പത്തനംതിട്ട ചരൽക്കുന്നിൽ ഹണി ട്രാപ്പിൽ കുടുക്കി യുവാക്കളെ യുവദമ്പതികൾ അതിക്രൂരമായി മർദ്ദിച്ചു. ആലപ്പുഴ റാന്നി സ്വദേശികളെ മൂടിക്കെട്ടി കെട്ടിത്തൂക്കി മർദ്ദിച്ചു. യുവാക്കളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ ശരീരമാകെ സ്റ്റേപ്ലർ അടിച്ചു. നഖങ്ങൾക്കിടയിൽ മുട്ടുസൂചി കയറ്റി ഇരുമ്പുവടി കൊണ്ട് തുടരെ അടിച്ചു. മർദ്ദന ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി. സൗഹൃദം നടിച്ചാണ് ഇവർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതെന്ന് മർദ്ദനത്തിനിരയായ യുവാവ് 24-നോട് പറഞ്ഞു. ഞങ്ങൾ ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തും എന്നോട് നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് നേരത്തെ മുതൽ. ഞങ്ങൾക്ക് അറിയാവുന്നതാണ്, നേരത്തെ അറിയാവുന്നതെന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളാണ്. നമ്മൾ അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. രണ്ടുപേരും വളരെ സൗഹൃദമായിട്ടാണ് വിളിച്ചു വരുന്നത്. തിരുവോണത്തിൻ്റെ അന്നൊരു 4 മണിയായപ്പോൾ ഇവിടുന്ന് ഞാൻ പോകുന്നത്. കഴിഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് ചേച്ചി എന്താ പറയുക, ഈ പെപ്പർ സ്പ്രേയും വേറെന്തോ കൂട്ടിയിട്ട് മുഖത്തടിച്ചിട്ട് പെട്ടെന്നൊരു മർദ്ദനം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ. തുടർന്ന് രശ്മി ഒരു ഷാൾ എടുത്തുകൊണ്ട് വന്നിട്ട് കൈ കെട്ടി കയറും കൂടെ കൂട്ടി കയറ്റി എന്നെ കെട്ടി തൂക്കി. പെപ്പർ സ്പ്രേയുടെ അടിച്ചാൽ നമുക്ക് എന്താ ചുറ്റും സംഭവിക്കുന്നത് എനിക്കൊന്നും പിടുത്തം കിട്ടിയില്ല. വലിച്ച് തൂക്കിയിട്ട് പിന്നെ ക്രൂരമർദ്ദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ കൊണ്ട് താങ്ങാവുന്ന അങ്ങേയറ്റം. ശരിക്കും മർദ്ദിച്ചിട്ട് അത് രശ്മിയാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതിന്റെ കൂടെ എന്താ പറയാ, ഓരോ സാധനങ്ങൾ, കമ്പികടി, പിന്നെ സ്റ്റാപ്ലർ, പിന്നെ മുട്ടുസൂചി, ടൈപ്പ് റേഞ്ച്, ഓരോ ഐറ്റംസ്, സൈക്കിളിന്റെ ചെയിന്, ഇതൊക്കെ രശ്മി എടുത്തോണ്ട് വരും. രശ്മി ഫോൺ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. നിനക്ക് പറയുന്ന പോലെ, ഞങ്ങൾ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ ഇവിടുത്തെ തീർത്ത് കളയും, വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നതാണ്. മൂടി കെട്ടിയേക്കാണ്, മൊത്തം തോർത്തിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയേക്കുക, തോർത്ത് ഒരു തുണിയിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയേക്കുക. ഇങ്ങനെ കാര്യങ്ങളൊന്നും പറയത്തില്ല, എന്തെങ്കിലും വർത്താനൊന്നും പറയത്തില്ല. ഓണത്തിന്റെ ഇടയ്ക്ക് 3-4 ആണുങ്ങൾ പരിചയമില്ലാത്തവർ കണ്ട് നമ്മൾ റോഡിൽ കൂടെ വന്നപ്പോൾ, ഞാനത് ഇവൻ ജോലിക്ക് പോയതല്ലേ, വന്ന് അവരുടെ കൂട്ടുകാർ വല്ലതും ആയിരിക്കുന്നു. അപ്പം ഇങ്ങനെ വന്നപ്പോഴാണ് വിടി കിട്ടിയത്, വേറെ കുഴപ്പമാണല്ലോ എന്ന്. തിരുവോണത്തിന്റെ അന്ന് കണ്ടില്ല, അത് തലേദിവസം അവര് റോഡിലൊക്കെ വലിയ വെള്ളവടിയൊക്കെ ഉണ്ട്, ടീമുകളൊക്കെ ആയിരുന്നു. അമ്മാരി കൊണ്ടിരിക്കൊക്കെ മദ്യച്ച് നമ്മൾ അങ്ങനെ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ കണ്ടിട്ടുമില്ല, ചെറുക്കൻ കുടിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവള് ഒരു പ്രശ്നം പറഞ്ഞിട്ടില്ല. ഇവള് പഞ്ചപാവായിരുന്നു. പക്ഷെ ഇവിടെ രംഗം ഇപ്പോഴറിയുന്നത്, പുറത്തിറങ്ങി ഇവിടെ എല്ലാവരും കണ്ടാൽ പൂച്ചാരും മിണ്ടാതെ പോകും. ദമ്പതികളായ ജയേഷ്, രശ്മി എന്നിവർ പിടിയിലായി. യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച ചരൽക്കുന്നിലെ വീടിന് മുന്നിൽ നിന്ന് AV ജയശങ്കർ ചേരുകയാണ്. ജയശങ്കർ, നമ്മൾ കേട്ടാൽ വിശ്വസിക്കാൻ സാധിക്കാത്ത ചില കാര്യങ്ങളാണ് ഈ മർദ്ദനത്തിന് ഇരയായവർ പറയുന്നത്. അതും ഈ ദൃശ്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്താണ് ഇവരെ ഇങ്ങനെ മർദ്ദിക്കാനുള്ള കാരണം എന്ന് പറയുന്നുണ്ട്. മൂടി കെട്ടിയിട്ട് പല കാര്യങ്ങളും ചോദിക്കുന്നു, മർദ്ദന ദൃശ്യങ്ങൾ പകർത്തുന്നു എന്ന് പറയുന്നു. ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? അതായത് ക്രിസ്റ്റീന, രണ്ടുപേരും സൈക്കോകൾ എന്നാണ് ഒറ്റവാക്കിൽ പോലീസ് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിൽ വെച്ചാണ് ഇവർ ഈ ക്രൂര കൃത്യങ്ങളൊക്കെ ചെയ്ത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അവിടെ ഒരു കിടപ്പുമുറിയുണ്ട്, അവിടെ 2 കട്ടിലും കിടക്കുകയാണുള്ളത്. ഇവിടെയാണ് ഇത്തരത്തിൽ യുവാക്കളെ കൊണ്ടുവരികയും കെട്ടിയിട്ട് ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയും സ്വകാര്യ ഭാഗത്ത് ഉൾപ്പെടെ സ്റ്റാപ്ലർ അടിക്കുകയും ചെയ്ത്. ഇവിടെയാണ് ഇവിടുത്തെ വസ്ത്രങ്ങളൊക്കെ ആകെ അലങ്കോലമായി നിലവിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ വീട്ടിൽ നിന്നാണ് പോലീസ് ഈ പ്രതികളെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത്. ഇതിനെ ഒരു വീടെന്ന് പറയാനാകില്ല, ഒരു കെട്ടിടം ഉണ്ടാക്കിയതിന് മുകളിൽ ഷീറ്റ് ഇട്ടിരിക്കുന്നു. പൂർണ്ണമായി വീടെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സംവിധാനത്തിൽ, ഇത്രയും പരിതാപകരമായ ഒരു സംവിധാനത്തിൽ വെച്ചാണ് ഇത്രയും ക്രൂരത ഈ ജയേഷും ഭാര്യയും രശ്മിയും ചെയ്തതെന്നാണ് ഏറ്റവും വലിയ കൗതുകകരമായ കാര്യം. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. നാട്ടുകാരുൾപ്പെടെ ഈ ഒരു സംഭവത്തിൻ്റെ വലിയ ഞെട്ടലിലാണ്. നേരത്തെ നമ്മൾ റാന്നി സ്വദേശിയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഒരു വേലിൽ പ്രാർത്ഥിച്ച ശേഷമാണ് ഈ പ്രതികൾ തങ്ങളെ ക്രൂരമായി ഇത്തരത്തിൽ മർദ്ദനത്തിനും മറ്റും, അതായത് ബാധ കയറിയ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ വേൽ ഇതാണ്. ഇതിൽ പ്രാർത്ഥിച്ച ശേഷമാണ് ഇവിടെ ഇവർ ഈ ക്രൂരത ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നതെന്നാണ് എന്തായാലും മനസ്സിലാവുന്നത്. നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു ക്രൂരതയുടെ വലിയ ഞെട്ടലാണ്. കാരണം അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വീടുകളുള്ള ജനവാസ മേഖലയോട് ചേർന്ന ഒരു പ്രദേശം തന്നെയാണ്. അവിടെയാണ് ഇങ്ങനെ യുവാക്കളെ കൊണ്ടുവരികയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്ത വലിയ ക്രൂരത ഉണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. വലിയ ജനവാസ മേഖലയാണ്, അടുത്തടുത്ത വീടുകളുണ്ട്. ഇവർ താമസിക്കുന്ന, ഈ ജയേഷും രശ്മിയും താമസിക്കുന്ന ഒരു വീടെന്ന് ഒരു പക്ഷെ പറയാൻ പറ്റില്ല, ഒരു ഷീറ്റ് ഇട്ട ഒരു കുടിൽ എന്ന് തന്നെ വേണം പറയാൻ. അതിനടുത്താണ് ഇവർ ഈ ക്രൂരതയും അക്രമങ്ങളൊക്കെ തന്നെ കാണിച്ച്. ഈ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. ചേച്ചി, ഇവരെ പരിചയം ഉണ്ടായിരുന്നോ? ഇവരെ അറിയാം. ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ നടത്തി നിങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് ആർക്കും, ഇത്രയും വീടുകളുള്ള ഒരു മനുഷ്യർക്കും അറിയത്തില്ല ഇത്രയും പ്രവൃത്തികൾ ഇവർ നടത്തുന്നുണ്ട്. അതൊന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. നമുക്ക് എങ്ങനെ കാണാൻ കേൾക്കാനും പറ്റും? ഞങ്ങൾക്കിതൊന്നും അറിയത്തില്ല. പക്ഷേ ഞങ്ങൾ ഈ ഇതിൽ കണ്ട് പോലീസ് വന്നപ്പോഴാണ് ഏതാണ്ട് പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞത്. പോലീസുകാർ ഞങ്ങളുടെ വാതിക്കല കൊണ്ട് വണ്ടി നിർത്തിയിട്ട് എന്നോടാണ് ചോദിച്ചത്, ഇന്നാരുടെ വീട് അറിയാവുമെന്ന്. ഫോട്ടോയും കാണിച്ചിട്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ വീട് പറഞ്ഞു കൊടുത്ത് അവർ വന്നു കഴിഞ്ഞതിന് ശേഷമാണ്
ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ പോലീസുകാർ സ്കൂളിലും പോയായിരുന്നു. ഞങ്ങളുടെ കൊച്ചു പഠിക്കുന്നിടത്ത് ഇവിടെ പിള്ളേർ പഠിച്ചിരുന്നു. അവിടെ ചെന്നായിരുന്നു. അവിടെ ചെന്നപ്പോൾ സ്കൂൾ ടീച്ചർ ചോദിച്ചു, എന്താ സാറേ കേസെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഇത് പുറത്ത് പറയാൻ പറ്റാത്ത കേസാണ്. 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങളിൽ കൂടി അറിയും, അന്നേരം അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ. എന്തായാലും ക്രിസ്റ്റീന, ഈ നാട്ടുകാരുൾപ്പെടെ ഇതിൻ്റെ വലിയ ഒരു ഞെട്ടലാണുള്ളത്. കാരണം ഇവരെ സംബന്ധിച്ച് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ നടന്നത്. എന്തായാലും പോലീസ്, ഈ പുല്ലാട് ഈ വീട്ടിൽ നടന്ന ഈ സംഭവങ്ങളെക്കുറിച്ച് എന്തായാലും കോയിപ്പുറം പോലീസ് ആയിരിക്കും. ഇവർക്ക് കുട്ടികളുണ്ടെന്നാണ് ഇപ്പോൾ ആ അയൽവാസി പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇവർ ആ നാട്ടുകാരാണോ അതോ അവിടെ വന്ന് താമസിക്കുന്നവരാണോ? മാത്രവുമല്ല, ഇങ്ങനെ അടച്ചുറപ്പില്ലാത്ത ഒരു വീട്ടിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ അത് അറിയേണ്ടതല്ലേ? ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ 2 പേരെ വിളിച്ചു വരുത്തി തലകീഴായി കെട്ടിത്തൂക്കി ഇതേപോലെയുള്ള പീഡനമൊക്കെ ചെയ്യാനും മാത്രം ആരോഗ്യമുള്ളവരാണെന്ന് തോന്നുന്നുമില്ല. അപ്പോൾ ഏത് രീതിയിലാണിത് നടത്തിയത്, അല്ലെങ്കിൽ ആ ദൃശ്യങ്ങളൊക്കെ പോലീസുകാരുടെ കയ്യിലുണ്ടോ? ക്രിസ്റ്റീന, ദൃശ്യങ്ങളൊക്കെ തന്നെ കൃത്യമായി പോലീസിന്റെ കയ്യിലുണ്ട്. ഇങ്ങനെ സമാനതകളില്ലാത്തൊരു പീഡനം, ഒരു ക്രൂരത ഈ വീട്ടിൽ നടന്നു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ ഇത് അറിഞ്ഞിട്ടില്ല എന്ന് അവരും പറയുന്നു. വലിയ അടിമുടി ദുരൂഹത ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം ഒരു ജനവാസ മേഖലയിൽ, അതും വലിയ അടച്ചുറപ്പില്ലാത്ത ഒരു സാധാരണ വീട്ടിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വളരെ ദയനീയമാണ് ആ കാഴ്ച. പക്ഷേ ആ ദയനീയമായ ആ മേൽക്കൂരയ്ക്ക് താഴെ തന്നെയാണ് ഇത്രയും ക്രൂരത നടന്നതെന്നാണ് ഞെട്ടിക്കുന്ന സാധനം. കാരണം ഒരു ആസ്പെറ്റോ ഷീറ്റ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വേറെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു വീടെന്ന് പറയാവുന്ന ഈ ഒരു ഘടനയ്ക്കുള്ളിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ 2 യുവാക്കളെ ഹണി ട്രാപ്പ് നടത്തി ക്രൂരമായ പീഡനത്തിന് ഇരയാക്കി അവരെ റോഡിൽ ഉപേക്ഷിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ വിശദമായൊരു അന്വേഷണം നടത്തും. നിലവിൽ ഇവരുടെ കൂടുതൽ പേരെ ഇവർ ഇരയാക്കിയിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി മറ്റൊരു കാര്യം, ഇവർക്ക് കുട്ടികളുണ്ടെന്നാണല്ലോ ഈ അയൽവാസി പറയുന്നത്. കുട്ടികളാണോ ഒരു കുട്ടിയാണോ എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ ഈ സമയത്ത് എവിടെയായിരുന്നു? ഇവിടെ സാധാരണ ഈ വീട്ടിൽ ഉണ്ടാകുന്നത് ആരൊക്കെയാണ്? ഇവരുടെ നാട് ഇതാണോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് വ്യക്തമായ ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടോ? അതായത് ക്രിസ്റ്റീന, ഇവർ ഈ നാട്ടുകാരൊക്കെ തന്നെയാണ് ഇവിടെ. പക്ഷേ അയൽപക്കവുമായി അയൽവാസികളുമായൊന്നും വലിയ തോതിലുള്ള ബന്ധം കാത്തു സൂക്ഷിക്കാത്ത ആളുകളാണ്. ഇവർക്ക് ജയേഷിനും ഭാര്യയ്ക്കും 2 മക്കളാണുള്ളത്. ആ മക്കളെ ഭാര്യയുടെ വീട്ടിലാക്കിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അവർ നേരിട്ടൊന്നും കണ്ടതായി പറയുന്നില്ല. പക്ഷേ ചില ആളുകൾ ഇങ്ങോട്ട് വരാറും പോകാറും ഉണ്ടായിരുന്നു എന്നുള്ള വിഷയമൊക്കെ നാട്ടുകാർക്ക് അറിയാമായിരുന്നു. പക്ഷേ അവർ സ്വകാര്യതയാണ്, വലിയ ബന്ധമില്ലാത്ത ആളുകളാണ്. സ്വാഭാവികമായും അവർ അത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. പക്ഷേ ഇത്രമാത്രം ക്രൂരത ഇവിടെ നടന്നു, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പോലീസ് വന്നതിന് ശേഷം മാത്രമാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ അറിയുന്നത്. എന്തായാലും ഇതിൽ തിരുവല്ല പോലീസിൻ്റെ വിശദമായ അന്വേഷണം തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടക്കും. ഈ വീട് കേന്ദ്രീകരിച്ച് ഈ വീട്ടിൽ ഉൾപ്പെടെ പരിശോധന നടത്താനുണ്ട്, ഇവരുടെ മൊഴി ശേഖരിക്കാനുണ്ട്, മൊബൈൽ ഫോണിൻ്റെ ഡാറ്റ പരിശോധിക്കണം, ഡിജിറ്റൽ തെളിവുകൾ പോലീസിന് ശേഖരിക്കാനുണ്ട്. കൂടുതൽ ആളുകളെ ഇവർ ഈ തരത്തിൽ പീഡനത്തിന് ഇരയാക്കി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും പുറത്ത് വരേണ്ടതുണ്ട്. കാരണം അത്തരം ഒരു സംശയം പോലീസിനെ സംബന്ധിച്ചുണ്ട്. കാരണം ഇത് 2 കേസുകളിൽ മാത്രം ഒറ്റപ്പെട്ട് ഒതുങ്ങി നിൽക്കാനുള്ള ഒരു സാധ്യത അല്ല എന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ പേർ ഇത്തരത്തിൽ സമാനതകളില്ലാത്ത ക്രൂരതയ്ക്ക് ഈ ദമ്പതികൾ ഇരയാക്കിയിട്ടുണ്ടെന്ന കാര്യം പോലീസ് നിലവിൽ പരിശോധിച്ചു വരികയാണ്. വലിയ ക്രൂരത, വലിയ പീഡനമാണ്, സമാനതകളില്ലാത്ത സൈക്കോത്തരം തന്നെയാണ് ഈ വീടിന് കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്ന അക്കാര്യത്തിലാണ് ഇപ്പോഴെന്തായാലും പോലീസിൻ്റെ ഒരു അന്വേഷണം നിലവിൽ പുരോഗമിച്ചു വരുന്നത്. കൃഷ്ണ, ശരി. എ.വി. ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.